എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ജ്ഞാനകർമ്മ സന്യാസം ഭഗവത്ഗീതയിലെ ചാപ്റ്റർ 4 4ാമത്തെ ചാപ്റ്ററിലെ അടുത്തൊരു ശ്ലോകം 17. ഈ ശ്ലോകത്തിലും കർമ്മം, അകർമ്മം, അതുപോലെ വികർമ്മം, ഇങ്ങനെ 3 പദങ്ങളെക്കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത്. ഒരാൾ കർമ്മം ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനശിലയാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ കർമ്മത്തെ പല തരത്തിൽ വിഭജിക്കാമെന്നും അത് കർമ്മം, വികർമ്മം, അകർമ്മം എന്ന് 3 രീതിയിൽ വിഭജിക്കാമെന്നും കർത്തവ്യകർമ്മം, നിഷിദ്ധകർമ്മം, കർമ്മരാഹിത്യം, അതാണ് അതിൻ്റെ താഴെ വരുന്ന ഘടകങ്ങളായിട്ട് വരുന്നത്. അതിൽ കർത്തവ്യകർമ്മത്തിൽ നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും കാമ്യകർമ്മങ്ങളും ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ള ഒരൊറ്റ അർത്ഥത്തിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. എന്നാൽ കുറച്ചുകൂടെ ഒരു ഉയർന്ന തലത്തിൽ അതിനെ കാണുമ്പോൾ അതിൽ തന്നെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ തന്നെ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിനെ പല രീതിയിൽ വിഭജിക്കാമെന്ന് ഇവിടെ കൃഷ്ണൻ അർജുനനും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗുരുഭ്യോ നമ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നമ്മൾ കഴിഞ്ഞ ശ്ലോകം 16 കർമ്മം, അകർമ്മം എന്നതിനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു. തത്വദർശികൾ പോലും ഇത് എന്താണെന്ന് ശരിക്കും വിഭജിച്ചറിയാൻ വിഷമപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംസാരത്തിൽ നിന്ന് ഏത് ഒരു കാര്യം അറിഞ്ഞാലാണ് നീ സദാ മുക്തനാവുന്നത്, ആ കർമ്മത്തെ ഞാൻ നിനക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ഒരു ശ്ലോകം നിർത്തിയത്. അപ്പോൾ അവിടുന്ന് തുടങ്ങാം. അടുത്ത ശ്ലോകം ഒന്ന് ചൊല്ലാം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ചാപ്റ്റർ 4 കർമ്മ ജ്ഞാനകർമ്മ സന്യാസയോഗം. ശ്രീ ഭഗവാനുവാച കർമ്മണോ ഹ്യഭിബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. ഒരിക്കലും വായിക്കാം. കർമ്മണോ ഹ്യഭിബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ശരിയായ കർമ്മത്തിൻ്റെ സ്വരൂപം എന്തെന്ന് അറിയേണ്ടതുണ്ട് എന്നും നിഷിദ്ധ കർമ്മത്തെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. എന്നാൽ അകർമ്മത്തിൻ്റെ സ്വഭാവവും അറിയേണ്ടതാണ്. അപ്പോൾ ശരിയായ കർമ്മത്തിൻ്റെ സ്വഭാവം അറിയണം, നിഷിദ്ധ കർമ്മം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അതായത് ചെയ്യാൻ പാടില്ലാത്തത്. ഇപ്പോൾ ഒരാൾ കൊള്ളയടിക്കുകയാണ് ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ അത് നിഷിദ്ധ കർമ്മമാണ്. കൊള്ളയും കൊലയും ഒക്കെ നിഷിദ്ധ കർമ്മമാണ്. അതുപോലെ അകർമ്മത്തിൻ്റെ സ്വഭാവം അറിയേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ കർമ്മത്തിൻ്റെ രഹസ്യം അറിയാൻ വളരെ പ്രയാസമാണ്. കാരണം കർമ്മം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് പറയാനൊരു വാക്കായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. പക്ഷേ അത് പലതരം ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്ത് കൂട്ടുന്ന പല തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിൽ വരും. അതിനെയാണ് പലതായിട്ട് വിഭജിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആ വാക്കുകളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. കർമ്മണ, കർമ്മം, ശരിയായ കർമ്മം. ബോദ്ധവ്യം, അറിയേണ്ടതുണ്ട്. വികർമ്മണശ്ച, നിഷിദ്ധ കർമ്മം. ച എന്ന് പറയുമ്പോൾ ആൻഡ് എന്നുള്ള അർത്ഥമാണ്. ബോദ്ധവ്യം, അതും അറിയേണ്ടതുണ്ട്. അകർമ്മണ, അകർമ്മത്തിൻ്റെ. അപി, അതിൻ്റെയും. ഓൾസോ എന്നുള്ള അർത്ഥമാണ്. ച, അതിൻ്റെയും കൂടി ബോധവ്യം, അറിയേണ്ടതാണ്. ഹി, എന്തെന്നാൽ കർമ്മണ ഗതി, കർമ്മത്തിൻ്റെ ഗതി, അതിൻ്റെ രഹസ്യം, അല്ലെങ്കിൽ അതിൻ്റെ പോക്ക് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ രഹസ്യം. ഗഹനമാണ്, അറിയാൻ പ്രയാസമുള്ളതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ കർമ്മം ചെയ്തുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. ജീവിതം എന്ന് പറഞ്ഞാൽ കർമ്മം തന്നെയാണ്. നമ്മൾ ജനിച്ച് വീഴുന്ന അന്ന് തൊട്ട് മരണത്തിൻ്റെ അവസാന നിമിഷം വരെ, മരണം
അടുത്ത് വരുന്നത് വരെയും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഒന്നും ചെയ്യുന്നില്ല, ഞാൻ വെറുതെ ഇരിക്കുകയാണെന്ന് പറയുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഇതൊക്കെ കർമ്മത്തിൽ വരും. അപ്പോൾ കർമ്മം നിലയ്ക്കുമ്പോഴാണ് മരിച്ചു എന്ന് പറയുള്ളൂ. അപ്പോൾ അവസാനത്തെ ശ്വാസവും കഴിയുമ്പോഴാണ് നമ്മൾ മരിച്ചു എന്ന് പറയുമ്പോഴാണ് അത് കർമ്മമെല്ലാം നിലച്ചു എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മം ചെയ്തുകൊണ്ട് മാത്രമേ പുരോഗതി പ്രാപിക്കാൻ കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വെള്ളം എവിടെയെങ്കിലും കെട്ടി നിൽക്കുന്ന ഒരു വെള്ളമാണെന്നുണ്ടെങ്കിൽ ആ കെട്ടി നിൽക്കുന്ന വെള്ളം ദുഷിച്ചു പോകും. അവിടെ പായലൊക്കെ കെട്ടി അത് വൃത്തികേടായിട്ടിരിക്കും. ഇത് നമ്മൾ ചില ടാങ്കുകളിലൊക്കെ കണ്ടിട്ടില്ലേ, വെള്ളം പച്ച പിടിച്ചൊക്കെ കിടക്കുന്നത്. അതുപോലെ തന്നെ ചില കുളങ്ങളൊക്കെ, ഉപയോഗിക്കാത്ത കുളങ്ങൾ, കിണറുകൾ, അതൊക്കെ ഇങ്ങനെ ദുഷിച്ച് ഇരിക്കുന്നതിന് കാരണം കെട്ടിക്കിടക്കുന്നു, അതിന് ചലനമില്ല. അപ്പോൾ ഒഴുക്ക് വെള്ളത്തിൽ അഴുക്ക് നിലനിൽക്കില്ല. അതുകൊണ്ടാണ് പുഴവെള്ളം വളരെ ഒഴുകുന്നതായതുകൊണ്ട് അത് വളരെ ശുദ്ധമായിട്ട് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുഴയിൽ സ്നാനം, ഇപ്പോൾ ഗംഗാ സ്നാനം, ഗംഗാ നദി ഒഴുകുകയാണ്, അതുപോലെ തന്നെ നദികളൊക്കെ തന്നെ ഒഴുകുമ്പോൾ ഒഴുക്ക് വെള്ളത്തിൽ അഴുക്ക് കെട്ടിക്കിടക്കില്ല. അഴുക്ക് എത്ര തന്നെ ഉണ്ടെങ്കിലും അത് കുറേയൊക്കെ തനിയെ ശുദ്ധീകരണം അവിടെ നടക്കും. പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യൻ അമിതമായിട്ട് പലതും കൊണ്ട് ഡംപ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അല്ലാണ്ട് ഇപ്പോൾ നാച്ചുറലി ഒരു പ്രകൃതിയാൽ വരുന്ന ചില മാലിന്യങ്ങളൊക്കെ ശുദ്ധീകരിക്കാനുള്ള ഒരു സംവിധാനം അതിന് തന്നെ ഉണ്ട്, പിന്നെ ആ ഒഴുകുന്ന ജലത്തിന് തന്നെയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ മനുഷ്യൻ ഇന്നത്തെ ഒരു ലോകം എന്ന് പറയുമ്പോൾ അമിതമായിട്ട് പലതും നദിയിലേക്കൊക്കെ തള്ളുന്നത് കൊണ്ടാണ് അത് അശുദ്ധവും ഒക്കെ ഉപയോഗശൂന്യമൊക്കെ ആവുന്നത്. അപ്പോൾ ജീവിതം ഇതുപോലെയാണ്. ചലനാത്മകമാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമുക്ക് കർമ്മം ചെയ്തേ തീരൂ, അല്ലെങ്കിൽ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് കർമ്മമാണ്. അത് അങ്ങനെ നോക്കുമ്പോഴാണ് 3 തരം കർമ്മങ്ങളുണ്ട്. ജീവിതത്തെ രണ്ടാക്കി തിരിക്കാം. ജീവിതം എന്ന് പറയുമ്പോൾ കർമ്മമാണ്. അപ്പോൾ അതിന് ആ കർമ്മം, വികർമ്മം, അകർമ്മം, ആ കർമ്മം തന്നെ 3 തരത്തിൽ പറയാം: കർമ്മം, വികർമ്മം, അകർമ്മം എന്ന്. അതിൽ കർമ്മം തന്നെ നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, കാമ്യകർമ്മം, അങ്ങനെ ഉണ്ട്. നമ്മൾ നിത്യവും ചെയ്യേണ്ടതാണ് നിത്യകർമ്മം എന്ന് പറയുന്നത്. നിത്യവും ദിവസേന ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇനി പ്രത്യേക സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടവ നൈമിത്തിക കർമ്മങ്ങളെന്ന് പറയും. ചില പ്രത്യേക കാര്യസിദ്ധിക്ക് വേണ്ടി ചെയ്യേണ്ടവ കാമ്യകർമ്മം എന്ന് പറയും. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ നിത്യേന, നമ്മൾ നിത്യേന ഒരുപാട് ജോലികൾ നമുക്ക് എന്നും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് നിത്യകർമ്മം. ഇനി പ്രത്യേക സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട നൈമിത്തിക കർമ്മം. ഇനി ഒരു കാര്യസിദ്ധിക്ക് വേണ്ടി കാര്യസിദ്ധി ഹോമങ്ങളൊക്കെ നടത്താറില്ലേ, അത് കർമ്മമാണ്. അപ്പോൾ പുത്രകാമേഷ്ടി യാഗം എന്നൊക്കെ പറയില്ലേ, ഒരു പുത്രനെ സിദ്ധി നേടാൻ വേണ്ടി നടന്ന അതൊരു കാമ്യകർമ്മമാണ്. അപ്പം അങ്ങനെ നമ്മൾ പല തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. അതിൽ കർമ്മവും അകർമ്മവും ഇടകലർന്നതാണ് ജീവിതം എന്ന് പറയും. അപ്പോൾ അകർമ്മം, ഇപ്പോൾ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക, മോഹാലസ്യപ്പെട്ട് ഗാഢനിദ്രയിൽ കിടക്കുക എന്ന് പറയുമ്പോൾ അത് കർമ്മമൊന്നും ചെയ്യാത്ത കർമ്മരാഹിത്യത്തിൻ്റെ ഒരവസ്ഥയാണ്. പക്ഷേ പിന്നെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒന്നുമില്ലെങ്കിൽ ചിന്തകളോ എങ്കിലും ഉണ്ടാവും. അപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ ഏത് തരം കർമ്മമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആൾ നമ്മൾ എന്തുകൊണ്ടാണ് കള്ളൻ എന്ന് വിളിക്കുന്നത്? കള്ളൻ എന്ന് വിളിക്കുമ്പോൾ അയാൾ മോഷണം തൊഴിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അന്യരുടെ സമ്പത്ത് പിടിച്ച് പറിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കൊള്ള നടത്തുന്നു, അല്ലെങ്കിൽ മോഷണം നടത്തുന്നു എന്ന് പറയാം. അപ്പോൾ അത് ആ ആളെ നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ട്? അയാളുടെ പ്രവൃത്തിയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അയാളുടെ കർമ്മമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതു തരം കർമ്മം തിരഞ്ഞെടുക്കുന്നു എന്നതാണ് പ്രധാനം. അപ്പോൾ നമുക്ക് പലതരത്തിൽ കർമ്മങ്ങൾ ചെയ്യാം. സർഗാത്മകമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടാം. സർഗാത്മകം എന്ന് പറഞ്ഞാൽ സൃഷ്ടിപരമായിട്ടുള്ള. അപ്പോൾ ഒരു ശില്പി ഒരു കല്ലിൽ നിന്ന് ഒരു വിഗ്രഹം, ഒരു ശില്പം ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു വലിയ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക, രൂപം കൊത്തി എടുക്കുന്നു. അതൊരു സർഗാത്മകമായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അത് തന്നെ വേറൊരാൾക്ക് വിനാശാത്മകമായിട്ട് ചെയ്യാം.
അപ്പോൾ അതിനെ തന്നെ വേറൊരു രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരു പിന്നെ ഒരു വിഗ്രഹം ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ഒരു പ്രതിമ ഉണ്ടാക്കാതെ വേറെന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഒരേ കാര്യം തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ പല ആചാര്യന്മാർ പറയുന്ന പല തരത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ട്. മനുഷ്യൻ അത് തിരഞ്ഞെടുക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഈ പുരോഗതിയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് കർത്തവ്യ കർമ്മം എന്ന് പറയുക. ഇപ്പോൾ ഏതൊരു കർമ്മമാണോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ അയാൾ ചെയ്യുന്ന ജോലി പുരോഗതിയിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാക്കുന്ന കർമ്മങ്ങളെയൊക്കെയാണ് കർത്തവ്യ കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രങ്ങൾ വിലക്കിയിടുന്ന കർമ്മങ്ങൾ വികർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യരുത്. ഇപ്പോൾ നദിയിലേക്ക് മാലിന്യം ഒഴുക്കരുത് എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രം വിലക്കിയതാണ്. അപ്പോൾ നദിയിലേക്ക് മാലിന്യം ഒഴുക്കുക എന്ന് പറയുന്നത്, നദി അത്രയും പരിശുദ്ധമാണല്ലോ, ഒരുപാട് പേർക്ക് കുടിവെള്ളവും ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ആ നദിയെ നല്ലതായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ മാലിന്യങ്ങൾ ഒഴുക്കി വിടുക എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രം വിലക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ അത് നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കർമ്മമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അതിന് വികർമ്മം എന്ന് പറയാം. അപ്പോൾ ശാസ്ത്രം വിലക്കിയ കർമ്മങ്ങളെ വികർമ്മം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് കർമ്മം എന്താണെന്ന് പറഞ്ഞു. നിഷിദ്ധ കർമ്മം. ഇനി കർമ്മം തന്നെ 3 തരത്തിലുണ്ട്. നിത്യകർമ്മം, നിത്യേന ചെയ്യേണ്ടത്. നൈമിത്തിക കർമ്മം, ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത്. പ്രത്യേക സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇപ്പോൾ പിന്നെ ചില യാഗങ്ങളൊക്കെ ഒരു പ്രത്യേക സമയത്ത് മാത്രമേ ചെയ്യുള്ളൂ. അതേസമയം ഒരു നിത്യകർമ്മം, ഇപ്പോൾ ഒരു ഹോമമൊക്കെ ആണെങ്കിൽ ചില അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ ഡെയിലി ഹോമം ചെയ്യുന്നവർ അമ്പലങ്ങളുണ്ട്. വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഡെയിലി രാവിലെ ഹോമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ അതൊക്കെ നിത്യകർമ്മങ്ങളിൽ പെടും. അതുപോലെ തന്നെ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്തരം കർമ്മങ്ങൾ, നിത്യകർമ്മമുണ്ട്, നൈമിത്തിക കർമ്മമുണ്ട്, പിന്നെ അതുപോലെ കാര്യസിദ്ധിക്ക് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഇനി നിഷിദ്ധ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മോഷണം, അങ്ങനെ കൊലപാതകം, അങ്ങനെയൊക്കെ ഉള്ളതാണ് നിഷിദ്ധ കർമ്മങ്ങൾ. അപ്പോൾ നിഷിദ്ധ കർമ്മം വർജിക്കണം, അതിനെ ഇല്ലാതെയാക്കണം, അതിനെ സ്വീകരിക്കരുത് എന്നും, എത്രത്തോളം നിഷിദ്ധ കർമ്മത്തെ ഇല്ലാതെയാക്കുന്നോ അത്രത്തോളം സമൂഹത്തിന് നല്ലതായിരിക്കും. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ തുടർച്ചയായ കർമ്മങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ്. അപ്പോൾ പറയുന്നു, സാധാരണക്കാർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു ഭാഷയിൽ കർമ്മം എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനാണ് നമ്മൾ കർമ്മം എന്ന് പറയുക. പക്ഷേ ഇവിടെ പല രീതിയിൽ അതിൻ്റെ സബ് ഡിവിഷൻസൊക്കെ പറഞ്ഞിരിക്കുന്നു. അതിന് പല 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളുണ്ട്. കർമ്മം, അകർമ്മം, വികർമ്മം. അതിൽ ചെയ്യാൻ പാടില്ലാത്തത്, പിന്നെ ആ കർമ്മത്തിൽ തന്നെ നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, കാമ്യകർമ്മം, അങ്ങനെ എല്ലാം വിഭജിച്ചൊക്കെ തന്നിരിക്കുന്നു ഇവിടെ. അപ്പോൾ ഈ ഒരു ഭൗതികവും ആത്മീയവുമായ ഒരു അഭിവൃദ്ധിയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ അല്ലെങ്കിൽ മനുഷ്യരൊക്കെ ഈ കർമ്മങ്ങളുടെ ഈ തരംതിരിവ് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. കാരണം കർമ്മത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് വളരെ ഗഹനമാണെന്ന് ഇപ്പോൾ നമ്മളിതിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. എന്നാൽ നമ്മളാണെങ്കിൽ ഒരൊറ്റ രീതിയിൽ മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ, കർമ്മം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ഉദ്ദേശം ശുദ്ധവും സൃഷ്ടിപരവുമാണെങ്കിൽ, കർമ്മത്തിൻ്റെ ഉദ്ദേശം അത് ശുദ്ധവും സൃഷ്ടിപരവും, അതായത് ക്രിയേറ്റീവായിട്ടുള്ള ഒരു കർമ്മം ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല ഒരു കർമ്മം ചെയ്യുന്നു. അപ്പോൾ ആ കർമ്മം വ്യക്തിയെ ഉത്കൃഷ്ടനാക്കും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് നല്ലത് കൊടുക്കും. അതാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഉത്കൃഷ്ടമാവും. എന്താണ് ഉത്കൃഷ്ടമാവുന്നത്? അത് ശുദ്ധമായിരിക്കണം, ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം, അതുപോലെ സൃഷ്ടിപരമായ ക്രിയേറ്റീവായിട്ടുള്ള കർമ്മം ചെയ്യുന്ന ആൾക്ക് അയാൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ അയാൾ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരവസ്ഥ പ്രാപിക്കും. എന്നാൽ
എന്നാൽ ഈ കർമ്മം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഗതി എന്ന് പറയുന്നത് കുറച്ചും കൂടെ വ്യക്തമാക്കാൻ ഇനിയുള്ള 2-3 ശ്ലോകങ്ങളൊക്കെ ഭഗവാൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അതിനെ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഇപ്പോഴും നമ്മൾ ആദ്യം 16ാമത്തെ ശ്ലോകത്തിൽ കർമ്മം അകർമ്മം എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു, കർമ്മം അകർമ്മം ഉണ്ടെന്ന്. എന്നാൽ ഇപ്പോൾ 17ാമത്തെ ശ്ലോകത്തിൽ കുറച്ചും കൂടെ പറഞ്ഞു, ജീവിതം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളുടെ ഒരു പരമ്പരയാണ് എന്നും കർമ്മം പല തരത്തിലുണ്ട് എന്നും കർമ്മവും അകർമ്മവും വികർമ്മവും ഉണ്ട് എന്നും നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് ശ്രേയസ്സിന് നല്ലതാണ്, ചെയ്യാതിരിക്കുമ്പോൾ അത് ആ വ്യക്തിയെ നല്ല ഒരു മനുഷ്യനാക്കി മാറ്റുമെന്നും പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നു നിഷിദ്ധ കർമ്മങ്ങൾ വർജിക്കണം എന്ന് പറയുന്നു. അതായത് മോഷണം, കൊലപാതകം, കൊള്ള, ബാങ്ക് കൊള്ളയടിക്കുക, അല്ലെങ്കിൽ തീവെപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ? അപ്പോൾ ഇതെല്ലാം പിന്നെ ഒരു സമൂഹത്തിന് തന്നെ ദോഷം വരുത്തുന്ന ഇത്തരം കർമ്മങ്ങളൊക്കെ വർജിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യാതിരിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ കർമ്മത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. എങ്കിലും അതിൻ്റെ വിഭജനമൊക്കെ നമ്മളിപ്പോൾ ഇവിടെ കണ്ടല്ലോ, എന്തൊക്കെ തരം കർമ്മങ്ങളാണുള്ളതെന്ന്. അപ്പോൾ ഈ കർമ്മങ്ങൾ എങ്ങനെയൊക്കെയാണ് സൃഷ്ടിപരമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് എങ്ങനെ ഒരു ശ്രേഷ്ഠനായ വ്യക്തി ആവാമെന്നും ഇനിയും അതിന് കർമ്മത്തെ വിലയിരുത്തുമ്പോൾ ഒരു കർമ്മം ഇപ്പോൾ നമ്മൾ പലതരം കർമ്മങ്ങൾ പറഞ്ഞല്ലോ, ഇനി അതിനെ ഒന്ന് വിലയിരുത്താൻ തുടങ്ങുമ്പോൾ ഇയാൾ ചെയ്ത കർമ്മം നല്ലതാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ എല്ലാവരും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പലരെയും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിലും ഇപ്പോൾ എന്താ പറയുക ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്ററിനെ ആണെങ്കിലും ഇങ്ങനെ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ അവരിങ്ങനെ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അവരെ ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കും. അവർ ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കർമ്മങ്ങളുടെ ആ ഒരു ഉദ്ദേശ്യശുദ്ധിയും അത് ശുദ്ധമായിരിക്കണം, അത് സൃഷ്ടിപരമായിരിക്കണം. അപ്പോൾ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കർമ്മം ചെയ്യണം. അപ്പോൾ ഒരു നാടിന് പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നല്ല കാര്യം ഒരു ഭരണകർത്താവ് ചെയ്യുമ്പോൾ അത് സൃഷ്ടിപരമായിട്ടുള്ള ഒരു കർമ്മമായിട്ട് മാറും. അവിടെ ഉദ്ദേശ്യശുദ്ധിയുണ്ട്. അപ്പോൾ അത് ആ വ്യക്തിയെ ഒരു ഉത്കൃഷ്ടനായ ഒരു വ്യക്തിയാക്കി മാറ്റും. അതാണ് പറയുന്നത് ഇവിടെ കർമ്മത്തിൻ്റെ ആ കർമ്മഗതിയുടെ ആ ഒരു ഗഹനത എന്ന് പറയുന്നത്. അതൊരു കുറച്ച് ഡീപ്പാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ കർത്താവ് എന്ന് പറയുമ്പോൾ ആരാണോ കർമ്മം ചെയ്യുന്നത്, അപ്പോൾ കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ ഉദ്ദേശമാണ് ഇവിടെ പ്രധാനം. അപ്പോൾ കർമ്മം ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനമാണ് അയാൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് എന്ന്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും കൊലയോ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ആദ്യം ആ ഒരു പ്രൊസീജിയറൊക്കെ എല്ലാം ലൈവായിട്ട് ഇപ്പോൾ ടി വിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ദിവസം നമ്മൾ അന്വേഷിക്കുന്നത് എന്തായിരുന്നു അയാളുടെ ഉദ്ദേശമെന്നല്ലേ. അങ്ങനെയല്ലേ നമ്മൾ നമ്മൾ പത്രത്തിലൊക്കെ നമ്മളത് തിരയും. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് അയാൾ പിന്നെ മോഷണം നടത്തിയത്, എന്തുകൊണ്ടാണ് ബാങ്ക് കൊള്ളയടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഉദ്ദേശത്തെ നമ്മൾ അറിയാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കർമ്മത്തെ വിലയിരുത്തുമ്പോൾ കർത്താവിൻ്റെ ഉദ്ദേശം വളരെ നിർണായകമാണ്. കർത്താവിൻ്റെ ഉദ്ദേശമാണ് അവിടെ നിർണായകം. ഇപ്പോൾ നമ്മളൊരു നല്ല വർക്ക് ചെയ്യുമ്പോൾ ഒരു സൊസൈറ്റിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു നല്ല വർക്ക് ചെയ്യുമ്പോഴും അത് എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതിന് കാരണം സൊസൈറ്റിക്ക് അത് അല്ലെങ്കിൽ സമൂഹത്തിന് അത് വളരെ ഉപയോഗപ്രദമാവുന്നതുകൊണ്ടാണ്. അപ്പോഴും അവിടെ കർത്താവ് ആ ചെയ്യുന്ന അയാൾ എന്തിനാണത് ചെയ്തത് എന്നുള്ളത് വളരെ നിർണായകമാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി വരുന്ന ശ്ലോകങ്ങൾ. ആ ഒരു കർമ്മം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ആ ഒരു ഉദ്ദേശം അത് എങ്ങനെ ആയിരിക്കണം, അത് എത്രത്തോളം നിർണായകമാണെന്നുള്ളതാണ് ഇനി വരുന്ന ശ്ലോകങ്ങൾ. അപ്പോൾ ഈ ഒരു ശ്ലോകം 17 ഭഗവാൻ ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഇത്രയും ഭാഗങ്ങളും ഭഗവാന് സമർപ്പിക്കുന്നു.
ഓം തത്സത്. നന്ദി, നമസ്കാരം.